പെറ്റ്സിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയല്ലേ. നമ്മുടെയൊക്കെ വീടുകളിൽ പെറ്റ്സും എന്തെങ്കിലുമൊക്കെ പെറ്റ്സിനെയൊക്കെ നമ്മളെല്ലാവരും വീടുകളിലൊക്കെ വളർത്താറുണ്ട്. പട്ടിയായിരിക്കാം, പൂച്ചയായിരിക്കാം, ചിലപ്പോൾ ചെറിയ ലവ് ബേർഡ്സ് ആയിരിക്കാം, എല്ലാം. അപ്പോൾ അങ്ങനെ പെറ്റ്സിനെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം നമുക്കൊരു പ്രത്യേകതരം എന്താ പറയുക, ഒരു ഹോബി ആയിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് ഒരു മൈൻഡ് റിലാക്സേഷനും ഒക്കെ ഒരു സഹജീവിയോടുള്ള ആ ഒരു സ്നേഹവും പരിഗണനയൊക്കെ അത് നമ്മുടെ മൊത്തത്തിലുള്ള ക്യാരക്ടറിനെയും സഹായിക്കുന്ന ഒരു കാര്യമാണ് പെറ്റ്സിനെ വളർത്തുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ബേർഡ്സിനെ വളർത്തുക എന്ന് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു പ്രത്യേകതരം കാഴ്ചയാണ്. അത് ഒരുപക്ഷെ നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ പണ്ടൊക്കെ തത്തകളെ വീട്ടിൽ വളർത്തിയിട്ടുണ്ടാകാം. ഇപ്പോഴും ചിലരൊക്കെ വളർത്തുന്നുണ്ടാകും. തത്തേനെ വളർത്തുന്നത് നിയമവിരുദ്ധമാണ്, പക്ഷെ എന്നാലും പലരും അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു തത്തേനെയോ അല്ലെങ്കിൽ 2 തത്തേനെയൊക്കെ ആയിരിക്കും നമ്മൾ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുക. ഒരു വീട്ടിൽ 300 തത്തേനെ വളർത്തുകയല്ല, അഴിച്ചു വിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു 300 തത്തകളെ തീറ്റിപ്പോറ്റുന്ന ഒരു ചേട്ടനെയും അവരുടെ ഒരു വിശേഷമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ ചേട്ടൻ ഈ 300 തത്തകൾക്കും തീറ്റ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ ശൂളമടിച്ച് വിളിച്ചാൽ കൃത്യമായിട്ട് പറന്ന് വന്ന് ഈ തീറ്റ തിന്നാൻ തുടങ്ങുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. പക്ഷികളെ സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ ഇങ്ങനെ പെറ്റ്സിനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കക്കോടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഇനി ആ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മളിനി അവിടുത്തെ ആ ഒരു കാഴ്ചകളായിരിക്കും കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതാണ് ആ ചേട്ടൻ്റെ വീട്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഒരു പെയിൻറ്റ് തന്നെ കണ്ടാൽ തന്നെ അറിയാം, ഒരു തത്തയുടെ കളറൊക്കെയാണ്, ഒരു ഗ്രീൻ കളർ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ വളരെ രാവിലെ തന്നെ വന്നതാണ്. വെളുപ്പിന് ഒരു 6 മണിയാകുമ്പോൾ നമ്മളിവിടെ വന്നാലേ ആ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് പ്രകാശ് ചേട്ടൻ. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല നേരത്തെ എത്തി, അതാണ് ഏറ്റവും വലിയ ഒരു. ഞാൻ രാവിലെ കറക്റ്റ് സമയത്ത് പറഞ്ഞെന്നുള്ളത് ഞങ്ങൾ. അപ്പോൾ ചേട്ടാ, ഇത് എത്ര വർഷമായി? ഒരു 11 വർഷത്തോളം കഴിഞ്ഞു. 11 വർഷം. എങ്ങനെ ആദ്യം തത്തേനെ വളർത്തുമായിരുന്നു? ആ ഒരു തത്ത ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൂടെ കുറെ തത്ത ഗസ്റ്റായിട്ട് വന്ന് ഇങ്ങനെ, അപ്പോൾ അവർക്കും നെല്ല് കൊടുത്ത് അങ്ങനെ കൂടി ഇപ്പോൾ ഒരു 300 തത്ത രാവിലെ വരുന്നുണ്ട്. 300 തത്ത വരുന്നുണ്ട്. പിന്നെ പൊതുവെ കൃഷിയൊക്കെ മോശമായതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് തീറ്റയായിട്ട് കൊടുക്കുന്നത്? തീറ്റയായിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ നെല്ല് കൊടുക്കുന്നുണ്ട്, പയർ കൊടുക്കുന്നുണ്ട്, പഴം കൊടുക്കുന്നുണ്ട്, പിന്നെ പേരക്ക കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും തത്തേനെ ഇവിടെ വളർത്തുന്നുണ്ടോ ചേട്ടൻ? ഇല്ല. അപ്പം ആ തത്ത ഇവരെ ഞങ്ങൾ എവിടെയോ പോയ സമയത്തോട്ടോ ഈ കൂട്ടിനകത്തും പുറത്തേക്ക് പോയി. ഇനി ഇവര് എന്തോ തുറന്നപ്പോൾ അങ്ങനെയാട്ടെ കൂട് ഇങ്ങനെ നീക്കിയപ്പോൾ പുറത്തേക്ക് പോയി. പക്ഷെ അതിലുണ്ടോന്ന് അറിയാനും പറ്റുന്നില്ല. അങ്ങനെ വർത്തമാനം പറയാനുള്ള ടൈം ആയില്ല. ഒരു ശേഷമാണ് ഇത്രയും നത്തൾ വരാൻ തുടങ്ങി. അതിനുശേഷം അതുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ട് ഒത്തിരി ദൂരെ മുതൽ വരുന്നുണ്ടോ അവിടെ? കുറേ ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അറിയാൻ പറ്റും, അവിടെയൊക്കെ നെല്ലില്ലാതെ വരുമ്പോൾ ഞങ്ങൾക്ക് അറിയാം അവിടെ കൂടി വരും. ഇപ്പൊ രാവിലെ ഈ നെല്ല് എങ്ങനെയാ ചേട്ടൻ എങ്ങനെ മേടിച്ച് അങ്ങനെ തന്നെ? ഞങ്ങള് ഒന്നിച്ച് വാങ്ങുക ചെയ്യാം. വല്യങ്ങാടിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ കൊണ്ടുവന്നിട്ട് ഒന്ന് കഴുകിയിട്ട് ആണ്, രാവിലെ കഴുകിയിട്ട് ഒന്ന് കൊടുക്കും. മഴ ഉണ്ടെങ്കിലാണ് കഴുകിയിട്ട് അന്ന് തന്നെ കൊടുക്കും. വേനൽക്കാലമാണെങ്കിൽ കഴുകി ഉണക്കി നമ്മൾ ടിന്നിലാക്കി വെച്ചാൽ മതി. അപ്പം പിന്നെ ആ സമയം കിട്ടൂല. ഇത് കറക്റ്റ് ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമേ ഇത് വരത്തുള്ളൂ? അതെയോ? അല്ല, ഇവിടെ പിന്നെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ പറന്ന് പോയിക്കൊണ്ടേ വന്ന് കാണാൻ പറ്റുമോ? കാണുമോ. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ എത്ര നേരം തീറ്റ കൊടുക്കുന്നുണ്ട്? ഞങ്ങൾ രാവിലെ 6 മണിക്ക് 6:30 തീറ്റ കൊടുക്കാൻ 8:30 വരെ ഉണ്ടാവും. പിന്നെ 8:30 അത് രണ്ടാമത് ഞങ്ങൾ ക്ലീൻ ആക്കിയിട്ട് പിന്നെയും കുറച്ചും കൂടി നെല്ലിടും. കാരണം കുറച്ച് നേരം ഈ വരുന്ന തത്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അണ്ണാനും ഒക്കെ പിന്നെയാ വരിക. അണ്ണാന് വരുമ്പോൾ പ്രാവൊക്കെ അപ്പൊ രാവിലെ തത്തന്നെ തന്നെ വരും. മൊത്തത്തില് ചേട്ടന് ഇങ്ങനെ എന്താ പറയാ, ഒരു പക്ഷി സ്നേഹിയാണോ? അല്ല, അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെ ഒരു ഭാഗ്യാണല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇങ്ങനെ ഇത്രയും ഒരുമിച്ച് വരാനും വേണം. പിന്നെ സീസൺ ടൈമിൽ വേറെ ചെറിയ കിളികളും വരുന്നുണ്ട്. അതിങ്ങനെ ദേശാടന പക്ഷികളാണ്. അത് ചിലപ്പോൾ 50-60 ഉണ്ട്. ഇന്നിപ്പോൾ ഇന്ന് വരില്ല, ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒത്തിരി ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നല്ലേ? എല്ലാ ന്യൂസുണ്ട്. എല്ലാ ന്യൂസ് വഴി അതെ. ഇത് എങ്ങനെയാ ചേട്ടൻ രാവിലെ അപ്പൊ ഈ നെല്ല് കഴുകിയിട്ടാണോ? എങ്ങനെയാ നെല്ല് കഴുകിയിട്ടല്ലേ കൊടുക്കുക. ഞങ്ങൾ അവിടെ ഒരു ട്രേ മതി സെറ്റ് ചെയ്ത് വെച്ചാണ്.
വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം കൊടുക്കാനായിട്ടുണ്ടോ? ഓ എടുക്കാനായിട്ട് സൗണ്ടൊക്കെ വന്നിട്ട് തത്ത നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം. ആ ഓ ആയി. ഓക്കെ. ഇപ്പം ചേട്ടൻ തത്തയ്ക്ക് തീറ്റ കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയറായിട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. രാവിലെ ഇവർ ആ നെല്ലിട്ട് ആ പാത്രത്തിലുണ്ട്. നേരത്തെ നെല്ല് എടുത്ത് വെച്ചേക്കാം കേട്ടോ ഈ പാത്രത്തിൽ. ആ അല്ല 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 വെള്ളത്തിലെടുത്തിട്ടാ നന്നായിട്ട് ഇതിലിടാം. കഴുകാനേ കഴുകി വെച്ചാൽ അത് അതിലിട്ട ഫുള്ളിട്ടോ പത്ത് ഇത് കിട്ടും കഴുകണം. അതിനെ വെച്ച് ഒരു മിനിറ്റ് ഇല്ല ഞാൻ ഒരു മിനിറ്റ് ഇനി ഫുള്ളായിട്ട് ആ മതി കോരിയിടാൻ ശ്രമിക്കും. തവിട് മാത്രമായിട്ടുള്ള അതിൻ്റെ തൊണ്ട് മാത്രമായിട്ട്. തൊണ്ട് അടക്കല്ലോ. ആ ഇപ്പം അതിൽ കുറവാണ് നെല്ലില്ലേ. മറ്റു കുറേ ഉണ്ടാകലുണ്ട് സാധാരണ. ഇത് നല്ല കോസ്റ്റ്ലി എന്നല്ല അപ്പോൾ വാങ്ങിച്ചത്. 1 കിലോയ്ക്ക് എത്ര രൂപ? 1 കിലോന് 32 രൂപ. 32 രൂപ. അത് ഹോൾസെയിൽ ആയതുകൊണ്ട് കേട്ടോ. റീറ്റെയിലാണെങ്കിൽ 50 രൂപ ഒരു കിലോ. ഒരു ദിവസം അപ്പം എത്ര കിലോ? 4 കിലോ നെല്ല്. ഇത് 4 കിലോ ഉണ്ട്. പിന്നെ വൈകുന്നേരം ഇവിടെ കേട്ടോ പക്ഷികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് സജ്ജമാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണിത്. നമുക്കിങ്ങനെ കാണാം, ഒരു പാത്തി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ തത്തകൾക്ക് ഇരിക്കാനായിട്ടും ഇതേപോലെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. പേരക്ക ഉണ്ടല്ലേ? ആ പേരക്ക ഇപ്പുറത്തെ ഈ സൈഡ് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ കുറച്ച് താഴെ വീഴല്ലേ. ആ ഫുള്ളിട്ടോളേ അങ്ങനെ തന്നെ. അല്ലല്ല സാധാരണ ഫുള്ളായിട്ട്. നമ്മളിവിടെ തീറ്റ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ, തീറ്റ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ തത്തകൾ ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടോ. പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. തെങ്ങിൻ്റെ മുകളിലൊക്കെ വന്നിരിപ്പുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് തുടങ്ങിയിട്ടില്ല, പക്ഷെ എന്നാലും ഒച്ച നമുക്ക് കേൾക്കാം കേട്ടോ. ഇതൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. ചേട്ടൻ ശൂളം പിടിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തത്തകളെല്ലാം നമുക്ക് ഇങ്ങോട്ട് കാണാം. ആ ഒരു മൊമെൻറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. തെങ്ങിൻ്റെ മുകളിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നമുക്കിപ്പോൾ കാണാം. അല്ല, ഇവിടുന്ന് ചേട്ടൻ ശൂളം അടിക്കുമ്പോൾ അവിടുന്ന് റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. ഒന്ന് ശൂളം അടിക്കും.
പ്രകാശേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫും ചേട്ടൻ്റെ മോനാണ്. അപ്പം നിങ്ങൾ എല്ലാ വർഷവും വരുമ്പോൾ ഈ കാഴ്ച കാണുമായിരിക്കും അല്ലേ? അങ്ങനെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാഴ്ചയല്ലേ? പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്ത് ബോംബെയിലേക്ക് കൊണ്ടുപോയി കാണിക്കും. എല്ലാവർക്കും ഭയങ്കര അതിശയം. അത്ഭുതം അല്ലേ? ഇന്നലെയും കൂടി എൻ്റെ ഒരു ഫ്രണ്ട് മുന്നേ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, നിങ്ങളെ വീട്ടില് തത്തകൾ വരുമ്പോ വീഡിയോ അയച്ചിട്ട് എനിക്ക് അയച്ചു തരണമെന്ന്. ബോംബെയിലും ഫേമസ് തന്നെയാണ്. ഭയങ്കര അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ വീട്ടിൽ വളർത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇതിന് മുന്നേ ഒരു 3-4 കൊല്ലം മുന്നേ ഞാനിങ്ങനെ പഴം കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് നിന്ന് ടൈം എടുത്താൽ ഐറ്റങ്ങളൊക്കെ വന്ന് കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചോ, പയറൊക്കെ വാങ്ങിച്ചോ. സമയത്തിന്റെ പ്രശ്നം ഉണ്ടല്ലോ, രാത്രി ടൈം എടുക്കാം. എന്താ ശരിക്കും ചെയ്യുന്നത്? ഞാൻ സ്റ്റുഡിയോയിലെ ഫോട്ടോടെക് എന്നാണ് കോഴിക്കോട്ടുള്ള നല്ല ഫോട്ടോഗ്രാഫർ നല്ല തത്തകളുടെ ഒക്കെ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഉണ്ട്. അപ്പം ക്യാമറ ഉള്ളതുകൊണ്ട് ഫോട്ടോസിന് ക്ഷാമല്ല, ഇഷ്ടം പോലെ കിട്ടും. ഈ പാരറ്റിന്റെ ഇനം എന്താണെന്നറിയോ? കറക്റ്റ് ഇനം നമ്മളിപ്പോ ഈ പച്ചപ്പനന്തത്തെ പഞ്ചവർണ്ണ തത്താന്ന് പറയാം. പക്ഷെ സാധാരണ തത്ത തന്നെ, നാടൻ തത്ത തന്നെയാണ്. ആണല്ലേ? മറ്റു വേറെ കളർ ടൈപ്പ് ഒന്നുമല്ല, അത് സാധാരണ തത്ത. അവിടെ മരത്തിൻ്റെ മുകളിലൊക്കെ നിറച്ച് വന്നിരിപ്പുണ്ട് കേട്ടോ. ഏത് നിമിഷവും ഒരു താഴേക്ക് ഇറങ്ങാം. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു മൊമെൻറ്റിന് വേണ്ടി. ഒരു പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച് പതുക്കെ ഇറങ്ങുള്ളൂ കേട്ടോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ചെറുതായിട്ട്. കാത്തിരുന്ന് ഒരാളിറങ്ങി, 2 ആളിറങ്ങി, 3 ആളിറങ്ങി. ഇപ്പോൾ പുറകെ എല്ലാവരും വന്നോളൂ കേട്ടോ. ഇനി ഇളകാഞ്ഞാൽ മതി. ഇളകണ്ട ചെയ്താൽ ഇളകണ്ട. അതൊക്കെ എല്ലാവരും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രദേശം നിറയും കേട്ടോ. ഇളകണ്ട സ്ലോല ഇളകിയാണ്.
ഈ വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ തത്തകളെക്കുറിച്ച് വീഡിയോ കവർ ചെയ്ത ഫോട്ടോസൊക്കെ ഇവിടെ എല്ലാം കൂടെ കൂട്ടി ഒരു വലിയ ബോർഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചേട്ടൻ തന്നെ അത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം മെയിൻ ചാനലുകാർ മീഡിയാസ് എല്ലാം വന്ന് ഇത് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ കാണാം ചേട്ടൻ ഇവിടെ ഒരു ആൽബം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തത്തകളുടെ കുറേ ഫോട്ടോ കളക്ഷൻസൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണാം. ഓരോ ന്യൂസ് പേപ്പറിൽ വന്നിട്ട് കട്ടിങ് സാധിക്കുന്നത്. അത് നല്ല ആദ്യം ഇറക്കി വന്നപ്പോൾ കൊടുത്തതാണ്. കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കയ്യിൽ നിന്ന് വാങ്ങിക്കും അല്ലേ? ഇവിടെ ചെറിയത് കാണാനില്ല. അങ്ങനെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കിട്ടോ. പരിചയമുള്ള ആൾക്കാരെ മാത്രം അടുപ്പിക്കുള്ളൂ അല്ലേ? അതെ. തുടക്കത്തിലെ ഫോട്ടോസ് കേട്ടോ. തുടക്കത്തിൽ ചേട്ടൻ ഇങ്ങനെയായിരുന്നു, ചെറിയൊരു പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമായിരുന്നു. ഇതാണ് തുടക്കത്തിലെ ഫോട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഇതേപോലെ വലിയ ഏരിയയിലാട്ടോ അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മളിവിടെ ഇന്ന് കണ്ട ഒരു കാഴ്ച കേട്ടോ. ഭയങ്കര രസമുള്ള കാഴ്ചയിലായിരുന്നു ചേട്ടാ. അപ്പോൾ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ചേട്ടൻ ഇതിങ്ങനെ ദിവസം കാണുമ്പോൾ ചേട്ടന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമുക്ക് മനസ്സിനൊരു ഭയങ്കര അതെ രാവിലെയൊക്കെ ഒരു ഉന്മേഷം എന്നറിയാം. അതെ കുറച്ച് നമുക്ക് അന്ന് പല വർക്കിൻ്റെ ഇടയിലൊക്കെ പല ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ രാവിലെയൊക്കെ ഇങ്ങനെ വന്ന് സുഖമാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നു, പ്രത്യേകിച്ച് സൗണ്ടും കാര്യങ്ങളും. അതെ ഡെലിവറിക്ക് തന്നെ മാത്രം തെറാപ്പി പോലെ. അതെ അതെ നല്ലതാണ്. ഒരു മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകില്ല, എന്തായാലും ഏത് ഫീൽഡിലും ഉണ്ടാകില്ലോ. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ രാവിലെയൊക്കെ വന്ന് ഇങ്ങനെ ഈ തത്തുകൾക്കോ മറ്റു ചില ആൾക്കാരൊക്കെ നായിനെ പറ്റുന്നുണ്ട്, മത്സ്യം വളർത്തുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു രസമാണ്. അതുപോലെ ഈ ഭാഗത്തൊക്കെ ഇതിൻ്റെ സൗണ്ട് ഉണ്ട്. അങ്ങനെ വന്നുകൊണ്ട് എല്ലാവർക്കും ഓരോരുത്തരെ പക്ഷികളായാലും ശരി എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ വളർത്താൻ ഒരു പ്രത്യേക ടൈം കണ്ടെത്തും, ഒരു ഡെഡിക്കേഷൻ വേണം. അല്ല കുറേ ടൈം പോകും. ഇതെങ്ങനെ രാവിലെ നെല്ലൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കഴുകിയൊക്കെ റെഡിയാക്കണം. അപ്പൊ ഇതിന്റെ എക്സ്പെൻസ് ചേട്ടൻ അപ്പൊ എങ്ങനെയാ മീറ്റ് ചെയ്യുന്നത്? ചിലര് ടീമൊക്കെ കൊണ്ടുവരും. സമയത്തൊക്കെ കുറെ ആൾക്കാർ കൊണ്ടുത്തരും, ഒരുപാട് ആൾ സഹായിക്കും. ഈ പാരറ്റിനെ ഇതിപ്പോ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വേറെ നിയമപ്രശ്നങ്ങളോ അങ്ങനത്തെ വല്ലതും ഉണ്ടോ? ഇല്ല വേറെ ഐറ്റങ്ങൾ വരുമ്പോൾ അങ്ങനെ കൂട്ടിലിട്ടാൽ നിയമപ്രശ്നം. ഞാനൊരു തത്തനെ പിടിച്ച് കൂട്ടിലിട്ടാൽ നിയമപ്രശ്നം. ആർക്കെങ്കിലും അത് പറഞ്ഞാൽ വളർത്താൻ പാടില്ല. അത് പിന്നെ നമ്മൾ ആർക്കും പിടിച്ചു കൊടുക്കാനും പാടില്ല. അവിടെ വരുന്ന തത്തനെ ഒരുപാട് ആൾക്കാർ ആവശ്യം തന്നെ തത്തനെ തരുമെന്ന് വെച്ചിട്ടാണ് വരിക. എൻക്വയറി ഒക്കെ ഒരുപാട് അതാ വരിക. പലരും ഈ ചാനലൊക്കെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നത് തത്തനെ തരുക, പൈസ എത്ര വേണമെങ്കിലും തരാം. അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെ പിടിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. പിന്നെ അത് പിടിച്ചു കൊടുക്കുന്നതാണ് നിയമപ്രശ്നം. പിടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൂട്ടിലിട്ട് വളർത്തുകയൊക്കെ ചെയ്താൽ നിയമപ്രശ്നം. ഇതിപ്പോൾ ഫ്രീ ബേഡ്സാണ് ശരിക്കും. എന്നപ്പോൾ ഞങ്ങളിവിടെ ആക്കുന്നത് അത്ര. ഏതായാലും 11 വർഷമായിട്ട് ഈ യാത്ര തുടരുക അല്ലേ? 11 വർഷമായിട്ടുള്ള ഒരു ഇതാണ്. ഈ വീടിന് ഈ കളർ അടിച്ചേക്കുന്ന വീടിന് കളർ അടിക്കുമ്പോൾ ഒരു രസമാണ്. പച്ച കളർ തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് ഗ്രീൻ ടച്ച് നല്ലതാണ്. ഒരു പച്ചപ്പല്ലത്തിലും വേണമല്ലോ. പിന്നെ ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ചുള്ള ഈ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷികളായാലും ശരി മൃഗങ്ങളായാലും ഇങ്ങനെ വൈഡ് എത്രയാ ഫോട്ടോഗ്രാഫർ പിന്നെ കുറച്ചും കൂടി താല്പര്യമാണ്. പിന്നെ കുറെ ചെറിയ ചിടക്ക് കുറെ കിളികളൊക്കെ വരുന്നുണ്ട്. അതൊരു ദേശാടന പക്ഷികളാണ്. കുറച്ച് മാസം ഉണ്ടാവുള്ളൂ. പിന്നെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലേ വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈ വലിയ കൊക്കുകളൊന്നും വരുന്നില്ല അല്ലേ? വലിയ കൊക്കുകളൊന്നും ഇതില്ല. ഇത് ആ നെല്ലാണ് ഇതുകൊണ്ടല്ല അധികം നമുക്ക് കൊടുക്കുന്നത്. വേറെ ഒന്നും കൊടുക്കില്ല. ഒത്തിരി ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട്. കുട്ടികളൊക്കെ വരും, സ്കൂളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. കുട്ടികളൊക്കെ കാണാൻ രാവിലെ 6:15 രാവിലെ 6:15 മുതൽ ഒരു 8:30 വരെ ഒക്കെ ഉണ്ടോ. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പൂച്ചയോ എന്തെങ്കിലും കൊടിയാലൊക്കെ ഇറങ്ങൂല. പെട്ടെന്നെല്ലാം പറഞ്ഞു. പിന്നെ പേടിച്ച് ഇറങ്ങൂല. കുറച്ചു നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ. വരും ഇടുന്ന തീറ്റ മൊത്തം തീർക്കും. അതൊക്കെ തീർത്ത് ഇപ്പൊ നിങ്ങൾ കണ്ടാൽ നോക്കിയാലേ അറിയാം. കംപ്ലീറ്റ് ഉമിയുണ്ടാകും അതിനകത്ത്. ഇതിന്റെ നമ്മൾ രാവിലെ കൊടുത്ത ഇത്ര നേരം കഴിച്ചുകൊണ്ടിരുന്നാണ് പെട്ടെന്നൊരു
നമ്മളിപ്പോൾ കണ്ടല്ലോ എല്ലാം കൂടെ അതൊക്കെ ഇതിൽ ഉമ്മിയുണ്ട്. ഉമ്മി മാത്രമായി. ആ ഉമ്മി മാത്രമായി. കുറച്ചും കൂടി കഴിച്ചാൽ കംപ്ലീറ്റ് ഉമ്മി. അതിൻ്റെ ഉള്ളിലത്തെ അരി മൊത്തം തിന്നല്ലേ? അരിയൊക്കെ കഴിഞ്ഞു. നിമിഷം നേരം ഉണ്ടല്ലേ? അതെ, ഒരു മണിക്കൂർ കൊണ്ടാണ് 4 കിലോ നെല്ല്. അടിപൊളി. പയറൊക്കെ ഇനി രണ്ടാമത് വന്ന് തിന്നും. പേരക്കൊക്കെ പഴമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് ഉമ്മി തിന്നൂല അല്ലേ? ഉമ്മി തിന്നൂല. ഉമ്മി പ്രാവിന് പിന്നെ ആ പ്രശ്നം വരുന്നില്ല. പ്രാവ് ഉമ്മി അടക്കാൻ തിന്നും. ഉമ്മി അടക്കാം. പ്രാവ് നെല്ല് ഇങ്ങനെ കൊത്തി തിന്നില്ല. അതിന് ഉമ്മി മാറ്റുന്ന പ്രശ്നമില്ല. പഴമൊക്കെ കടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഇതൊക്കെ മണിക്കൂർ കൊണ്ട് ഇനി വരും. പഴം പിന്നെ ടൈം കിട്ടിയില്ലെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചും കൂടി വരും. രണ്ടാമത് വരുമ്പോൾ ഒക്കെ കഴിക്കും. ഒന്നില്ലെങ്കിൽ അടുത്ത് ജീവിക്കുക, അത് ഭക്ഷണമല്ലേ? അതെ, അടുത്ത ജീവിക്കുന്നു. പൂമ്പാറ്റം ഇരിക്കുന്നുണ്ട്. നെറ്റിട്ടത് ഞങ്ങളെ പൂച്ച ചിലപ്പോൾ അങ്ങോട്ട് ചാടാതൊക്കെ വേണ്ടിയിട്ടാണ്. പൂച്ചയെ പിടിക്കാൻ വരും. ആ പൂച്ച അതിനെ പിടിക്കാനും ഉപദ്രവിക്കാനൊക്കെ നോക്കും. അപ്പോൾ അതിനാണ് ചെറിയ നെറ്റ് കൊടുത്തത്. നെറ്റ് കൊടുത്തതിന് അങ്ങനെ കൊണ്ടുവരില്ല. അതിൽ തത്ത കൊടുക്കില്ല. അത് വലിയ കണ്ണി ആയതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു. അപ്പോൾ ഏതായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ ഏതായാലും ഇനി മുന്നോട്ടും ഞാനിനി ഇടയ്ക്ക് വരാം. നല്ലൊരു കാഴ്ച, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫാമിലിയൊക്കെ ആയിട്ട് വരും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇനി വരുമ്പോഴും ഇങ്ങനെ തന്നെ ഇതിലും കൂടുതൽ അതിന് ഇത്ര ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്ന ചേട്ടനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഏതായാലും താങ്ക്സ്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച. ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു റിലാക്സ്ഡ് ആവട്ടോ. ഞാൻ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു റിലാക്സേഷനായി. നമുക്ക് ആ ഒരു ടയർഡ്നെസ്സൊക്കെ അങ്ങ് മാറും. നമ്മൾ ഇത്രയും ദൂരം വന്നാന്നുള്ള ആ ഫീലിങ്ങൊക്കെ അങ്ങ് മാറി. അവരുടെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ്. ഇവിടെയൊക്കെ അയൽവാസികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് വേണം ഇവിടെ വരുമ്പോൾ ബിഹേവ് ചെയ്യാനായിട്ടും, അഥവാ ആരെങ്കിലുമൊക്കെ കാണാൻ വരുന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ഇത്ര ഒരു തത്തയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 300 തത്ത വരെയായി. ഇനിയും കൂടും. മുന്നോട്ടും ഇതുപോലെ ഒത്തിരി തത്തകൾ ഇവിടെ വരും. ചേട്ടൻ അതിനുള്ള മനസ്സുമുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ വരുമാനത്തിൽ നിന്ന് ചേട്ടൻ ഈ തത്തകൾക്ക് വേണ്ടിയിട്ടും പൈസ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇവിടെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ നെല്ലൊക്കെ മേടിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഏതായാലും ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനായിട്ടുള്ളത്. ഈ മനോഹരമായിട്ടുള്ള വീഡിയോ, അതിമനോഹരമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.